ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ പുറത്തു പോകുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ജസ്റ്റ് പുറത്തു പോകുന്നൊരു വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ഇൻട്രോ വീഡിയോ എടുത്തതിന് ശേഷം അവിടുന്ന് ഓടുമായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല, ബസ് കിട്ടിയില്ല. ഞാൻ ഒരു 5 മിനിറ്റ് ലേറ്റായിപ്പോയി. പിന്നെ അരമണിക്കൂർ അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. എന്തായാലും തുടക്കം തന്നെ പാളി. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇറങ്ങി ഓരോ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. എനിക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. അവിടെയൊക്കെ കയറി ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാവരും നോക്കും. പിന്നെ ഞാൻ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ്. ബസ് ഇപ്പം തന്നെ വരും. ബസ് വന്നു, സൈഡ് സീറ്റ് തന്നെ കിട്ടി. ബസ്സിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. ഇടയ്ക്ക് ഞാൻ ബസ്സിലെ പാട്ട് കേൾക്കും, പിന്നെ എൻ്റെ ഫോണിലെ പാട്ട് കേൾക്കും. ഇങ്ങനെ മാറി മാറി കേട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഈ റൈറ്റ് സൈഡിലേക്കുള്ള വഴി കണ്ടോ? ഈ വഴി പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ വീടാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 3-ാമത്തെ 4-ാമത്തെ വീട്. അങ്ങനെ എൻ്റെ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി നടക്കുകയാണ്. വിജനമായ വഴികളിലൂടെ, നിങ്ങളെപ്പോഴും കാണാറുള്ള വഴികളിലൂടെ നടക്കുകയാണ്. ഇത് കണ്ട് കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല. ഇത് മുളങ്കാടാണ് കേട്ടോ. കണ്ടില്ലേ, ആരും തന്നെ ഇല്ല. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് നിറയെ കമ്മലുപൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കമ്മലുപൂ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു ഓണത്തിൻ്റെ സമയത്തൊക്കെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഈ പൂ പറിച്ചുകൊണ്ട് പോകും, ഓണപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ പൂക്കളത്തിലെ മെയിൻ ഐറ്റമായിരുന്നു ഈ കമ്മലുപൂ. ഇത്തവണ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇത് പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ വരണ്ടേ? എന്തായാലും നോക്കാം. ഇത്തവണയും ഞാൻ പൂ ഇടുന്നുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. പിന്നെ കമ്മൽ, വള, മാല ഇതൊക്കെ ഊരി വയ്ക്കണം. അതുപോലെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കെട്ടി വയ്ക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ആൾസ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഇതാണ്ട് 1 വർഷമായി ഇവിടെ കിടക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ അകത്തുണ്ട്. ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. എനിക്ക് ഒട്ടും തന്നെ വർക്കിംഗ് ആയില്ല. അപ്പോൾ ഞാൻ ഇനി ഒന്ന് ഹെയർ കെയർ ചെയ്യാണ്. പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ. അപ്പോൾ ഹെയർ കെയറിങ് നല്ലോണം തുടങ്ങിയതിന് ശേഷം മുടിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കുറേ വീഡിയോയിലായി പറയുന്നത്. ഇനി ഹെയർ സിറം ഒന്ന് അപ്ലൈ ചെയ്ത് അതൊന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഹെയർ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മുടി ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടു. ഇനി അതിൻ്റെ ഒരു ഷോ ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ചെറിയൊരു ഷോ ആട്ടോ. എന്നുവെച്ചാൽ മുടി നമുക്ക് നല്ല രസമായിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെയല്ലേ, പെൺകുട്ടികൾക്കറിയാം, നമ്മളിങ്ങനെ കുറേ നേരം കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ മുടി എന്തായാലും അഴിച്ചതല്ലേ, ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കെട്ടി വെച്ചു. ഇപ്പോഴേക്ക് സമയം 3:45 ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ പോയി ചോറ് കഴിച്ചു. ചോറും മീൻകറിയും ബീട്രൂട്ട് തോരനും. ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. മധുരം കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ സമയം ഇത്രയും ആയിട്ടുണ്ട്, അതുകൊണ്ട് ചായക്കുള്ള ഉഴുന്നുവടയാണിത്. ഞാൻ ചായ കുടിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കുള്ള ഉഴുന്നുവട എടുത്ത് കഴിച്ചു. അതിൽ ഞാൻ നിർത്തിയില്ല. ഇത് ഞാൻ തന്നെ മേടിച്ചുകൊണ്ട് വന്ന കുൽഫിയാണ്, അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവ് വേണ്ടല്ലോ. പണ്ടത്തെ ആ ഒരു കോലൈസിൻ്റെ ടേസ്റ്റൊന്നും ഇതിനില്ല കേട്ടോ. എന്നാലും നമ്മൾ കഴിക്കാതിരിക്കുകയൊന്നുമില്ല, കഴിക്കും, എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പോയി സുഖമായിട്ട് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി എണീറ്റിട്ട് പിന്നെ അടുത്ത പരിപാടി മിറ്റടിക്കുക എന്നുള്ളതാണ്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇലകളുള്ളത്. ഇപ്പോൾ കുറവാണ്, ഇത് കൂടുതൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ നിറയെ ജാതി ഉണ്ട്, അതുകൊണ്ടാണ്. എനിക്ക് ഇല കൂടുതലുള്ളതാണ് ഇഷ്ടം, എന്നാലും അടിക്കാനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കഞ്ഞി കുടിക്കുന്ന കിച്ചു ഇവിടെ കിടപ്പുണ്ട്. ജാക്കിതാ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. രാത്രി 7:30 ആയപ്പോഴത്തേക്കും ഡാൻസിന് പോയി. ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇനിയൊന്നുമില്ല, ഫുഡ് കഴിക്കുക, ഹെയർ കെയർ ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.